കണ്ട മുരിങ്ങക്കായ, ഈ മുരിങ്ങക്കായ ഉണ്ട്, ഈ ഉള്ളിയുണ്ട്, സവാള. നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. മുരിങ്ങക്കായയും ഉള്ളിയും കൂടി ചേർത്ത് തോരൻ ഉണ്ടാക്കാം കേട്ടോ. ഇതാണ്ട ഇത്ര നീളത്തിൽ മുരിങ്ങക്കായ ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് മുറിച്ച് വയ്ക്കുക. വണ്ണം കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടാക്കണം. ബാക്കിയെല്ലാം ഇതുപോലെയൊക്കെ ഉള്ളത് ഇതുപോലെ തന്നെ ഇട്ടാൽ മതി. വണ്ണമുള്ള ചില മുരിങ്ങക്കായ നല്ല വണ്ണം ഉണ്ടാവും, അതിങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ഇടുക, കീറിയിടുക. പിന്നെ ഈ ഇത്രയും സവാളയും എടുത്തിട്ടുണ്ട്, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതാണ് തോരനുള്ള ഇത്. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെ ഇതിൽ ചേർക്കും എന്നുള്ളത് പറയാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മുരിങ്ങക്കായ തോരൻ വയ്ക്കാൻ വേണ്ടത്. വേണ്ട തേങ്ങ, ജീരകത്തിൽ വെച്ചിട്ടുണ്ട്, കടുക്, ഉപ്പ്, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതുപോലെ സവാള അരിഞ്ഞ് അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ച് ഇതെല്ലാം കഴിഞ്ഞു. ഇതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു തോരൻ വയ്ക്കാൻ ഇത്രയും വലിയ സംഭവം എന്താണെന്നല്ലേ. കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയില്ലല്ലോ, അറിയാത്തവരുണ്ട് അല്ലേ. അറിയാത്തവർ അതായത് ഇപ്പോൾ നമ്മളെ കുട്ടികൾ, അവരെന്ന് പറഞ്ഞാൽ പഠിക്കാനൊക്കെ പോയും അവർ അമ്മമാരുണ്ടാക്കി തരുന്നത് തിന്നും, അങ്ങനെയൊക്കെയാണ് അവർ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് പിന്നെ പഠിക്കാൻ പോവേ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി പോവേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തനിയെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായ? അതായത് മുരിങ്ങക്കായ തോരൻ വയ്ക്കാൻ ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം, അത് വലിയ സംഭവമൊന്നുമല്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ, പെൺകുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ അതുപോലെ ആൺകുട്ടികൾക്കും ചെയ്യാം. പുറത്തുനിന്ന് കഴിക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോറും വെച്ചു ഇത് എന്തെങ്കിലും ഒരു കൂട്ടാനോ അങ്ങനെയൊക്കെ വെച്ചിട്ട് കഴിക്കണവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും 2 മുരിങ്ങക്കായ മാത്രമേ ഉള്ളൂ, സവാളയും മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യുക? അപ്പോൾ ഇതുപോലെ ചെയ്യാം. മനസ്സിലായില്ലേ? പിന്നെ നമ്മളിപ്പോൾ ഹർത്താൽ വന്ന് അങ്ങനെയൊക്കെ വന്നെന്ന് വെച്ചോ, അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിൽ 2 തൊടിയിൽ 2 മുരിങ്ങക്കായേ ഉള്ളൂ, സവാളയുണ്ട്, തേങ്ങയുണ്ട്, അല്ലാതെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇപ്പോൾ ചെയ്യുക, ഈ മുരിങ്ങക്കായ മാത്രമേ ഉള്ളൂ, എന്താ ഇപ്പോൾ ചെയ്യുക, ഒരു കൂട്ടാൻ വയ്ക്കാമെന്ന് വയ്ക്കുമ്പോൾ നമുക്കിത് ചെയ്യാമല്ലോ. കണ്ട, തോരൻ വയ്ക്കുക, ഒരു തോരനായി. പിന്നെ ഒരു ഒഴിച്ച് കൂട്ടാൻ കറിയും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ ഊണ്. പിന്നെ ഒരിത്തിരി അച്ചാറോ, അതായത് മാങ്ങ അച്ചാറോ അത് നാരങ്ങയോ അങ്ങനെയുള്ള എന്തെങ്കിലും അച്ചാർ ഉപ്പിലിട്, അതും കൂടി ഉണ്ടെങ്കിൽ സുഭിക്ഷായി ഇല്ലേ. അപ്പം ഇതാണ് അത് ചെയ്യാൻ. ഞാനിനി തോരൻ വയ്ക്കാനായിട്ട് തുടങ്ങിയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ തോരൻ വയ്ക്കാനായിട്ട് തുടങ്ങിയാണ്. ഞാൻ ആദ്യം ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒരു 2 സ്പൂണ് മതിയാവും, കുറച്ച് മതി. കണ്ട പോട്ടെ, ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. സ്പൂണ് കണക്കൊക്കെ നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും, കുറച്ച് കടുകിടും, ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2 സ്പൂണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കടുകിട്ടു. അടുത്തെന്താണ്, കടുകിട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കറിവേപ്പില. കടുക് പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ, സാറില്ല, കടുക് അതിൻ്റെ ഇടയിൽ കറിവേപ്പില ഇടാം. അപ്പം കറിവേപ്പില ഇട്ട് കടുക് പൊട്ടി ഇനി എന്താ ചെയ്യുക, കടുക് പൊട്ടിക്കഴിഞ്ഞു കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയില്ലേ അത് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്ത് സവാള ഇട്ട് കൊടുത്തു. സവാള ഇട്ട് വെച്ച് സവാള വെക്കണം. സവാള ഒന്ന് വഴറ്റണം.
നല്ലപോലെ ഒന്ന് വഴറ്റുക. നല്ല ഒരു ചെറിയ ഇതിൽ വഴറ്റിയെടുത്താൽ മതി. ബ്രൗൺ കളറും ഒന്നും ആകണ്ടാക്കണം. ഒന്ന് വഴറ്റി തോരൻ വയ്ക്കാനല്ലോ. അപ്പം ഇത്ര ഇതായിട്ടൊന്നും വഴറ്റണ്ട. ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് അതിലേക്ക് മുരിങ്ങക്കായ ഉണ്ടല്ലോ, മുരിങ്ങക്കായ കൂടി ഇടുക. മുരിങ്ങക്കായും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റുക. സിമ്പിളാണ്, സിമ്പിൾ തോരനാണ്. ഏത് ബുദ്ധിമുട്ടുള്ള ഉള്ളതല്ല, സിമ്പിളായിട്ടുള്ള ഇതാണ്. മുരിങ്ങക്കായ ഇങ്ങനെ വഴറ്റിയില്ല. തീത്തിൽ കുറച്ച് വയ്ക്കുക. അതിലേക്ക് മുളക് പൊടി ഞാൻ ഇതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. 1/2 ടീസ്പൂൺ മതി മുളക് പൊടി ഇടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് നല്ല മഞ്ഞളാണ്, വാങ്ങണതിന് അത്ര ഗുണമുണ്ടാവില്ല. ഇനിയെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയില്ലേ, തേങ്ങ ജീരകം വെച്ചിട്ടില്ലേ, അത് ചതയ്ക്കൊന്നും വേണ്ട. നല്ല ചെറുതായിട്ട് തിരിവിയ തേങ്ങയാണ്. നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും തേങ്ങ നല്ല ചെറുതായിട്ട് തിരിഞ്ഞ് വരും. ഉണ്ടോ? അതൊന്നും ഇങ്ങനെ ഞൗടിയിട്ട് അതിലേക്ക് അതും കൂടി ഇടുക. തോരനുള്ളത് ആ തേങ്ങയും കൂടി ഇട്ടു. എന്നിട്ട് ഉപ്പിടണം. ഉപ്പ് അതിൽ കുറച്ചിട്ടാൽ മതി, അറിയാത്തവരധികം ഇട്ടാൽ കൂടിപ്പോകും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം. പിന്നെ എന്താണ്, കുറച്ച് വെള്ളം ഒഴിക്കണം. കല്ലുണ്ടത് വേകണമല്ലോ, മുരിങ്ങക്കായ വേകണ്ടേ. അതിലേക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. വെള്ളം ഉണ്ടാകുന്ന നോക്കണ്ടല്ലേ, കരിഞ്ഞു പോയി. അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ട, തീ കുറച്ച് വയ്ക്കുക, സിമ്മിൽ വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കേ. അല്ല, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ലേശം ഉപ്പുണ്ടാ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, കറക്റ്റാണ്. നേരത്തെ ഇട്ട ഉപ്പ് കറക്റ്റാണ്. മുരിങ്ങക്കായൊക്കെ വെള്ളത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുരിങ്ങക്കായ, ഉള്ളി, സവാളയും കൂടി ഇട്ടുള്ള തോരൻ റെഡിയായി. നല്ലപോലെ ഒന്ന് വെള്ളം വലിഞ്ഞ് വരണം. അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു. നമ്മൾ ചെറിയ തീയിലാണ് കേട്ടോ വച്ചിരുന്നത്. അപ്പോൾ അത് തുറന്ന് നോക്കാം. ഈ മുരിങ്ങക്കായ എല്ലാം ഇട്ടപ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചില്ലേ, അതിതാ
ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളം മതി കേട്ടോ, അധികം വേണ്ട. ഒരു അര ഗ്ലാസ് വെള്ളമാണ് അതിനൊഴിക്കേണ്ടത് മുരിങ്ങക്കായ വേവാൻ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുകയാണ്. നമ്മൾ തോരൻ റെഡിയായി, മുരിങ്ങക്കായ തോരൻ റെഡിയായി. ഇനി നമുക്കൊരിത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് സെർവ് ചെയ്തെടുക്കാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിളമ്പുക, വിളമ്പി വെക്കണം. കണ്ടോ? ഇതൊക്കെ ശരിക്കും തിരുവനന്തപുരം സ്റ്റൈലാണ് കേട്ടോ. ഞാനിവിടെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം സ്റ്റൈലാണല്ല, വടക്കോട്ടുള്ള കറികളും അറിയാം, എന്നാലും കൂടുതലും തിരുവനന്തപുരം സ്റ്റൈലാണ് എനിക്കറിയണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുത് തൊട്ടേ ഇവിടെയാണ്, 17 വയസ്സ് തൊട്ട് ഇവിടെയാണ്. അപ്പോൾ നമ്മളെ എന്താ